ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിൾ പൈ ആണ്. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലായാലും US-ലായാലും ഇവിടെയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ക്രിസ്മസ് ടൈം ആവുമ്പോൾ തന്നെ ആപ്പിൾ കൊണ്ടുള്ള പല തരത്തിലുള്ള റെസിപ്പീസ് ഇവിടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ തയ്യാറാക്കാറുണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ആപ്പിൾ പൈ എന്ന് പറയുന്നത്. ക്രിസ്മസിന് കേക്ക് എത്ര ഫേമസ് ആണോ അതുപോലെ തന്നെ ഇവിടെ ഈ ആപ്പിൾ പൈ വളരെ ഫേമസ് ആണ്. എല്ലാ വീടുകളിലും ക്രിസ്മസ് സമയം ആവുമ്പോഴേക്കും ഈ ആപ്പിൾ പൈ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ഐക്കണും പ്രസ് ചെയ്തേക്കുക. ഈ റെസിപ്പി തയ്യാറാക്കാനായി മെയിനായിട്ട് ആവശ്യമുള്ളത് ആപ്പിൾ ആണ്. അപ്പോൾ ഞാനിവിടെ 4 വലിയ സൈസ് ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഈ ആപ്പിളിന് അത്യാവശ്യം വലിപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. ചെറിയ ആപ്പിളാണെങ്കിൽ 6 എണ്ണം എടുക്കുക. ഇനി ആപ്പിൾ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് മാറ്റി വെക്കുക. ആപ്പിളിലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആപ്പിൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഒരുപാട് വലിയ സൈസ് ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വലിപ്പമായിരിക്കും അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ആപ്പിൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കുക. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സൈസ് കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം. കറുകപ്പട്ടയ്ക്ക് അത്യാവശ്യം നീളം ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് ഒരു 4 പീസായിട്ട് ഒടിച്ച് അതിൻ്റെ അകത്ത് ചേർത്തിരിക്കുകയാണ്. ഈ കറുകപ്പട്ട ചേർക്കുന്ന സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കറുകപ്പട്ട കരിഞ്ഞു പോവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ആപ്പിൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആപ്പിൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നതിന് ബ്രൗൺ കളറിലുള്ള പഞ്ചസാരയാണ്. നിങ്ങൾക്ക് വൈറ്റ് കളർ ആയാലും ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത കറുകപ്പട്ടയില്ലേ, അത് നമുക്ക് എടുത്ത് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കാണും, നമ്മളത് കടിക്കുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടാവും. 4 പീസ് കറുകപ്പട്ടയും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആപ്പിൾ നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലെ ജ്യൂസ് ഇതുപോലെ പുറത്തേക്ക് വരും.
ആപ്പിളിൽ നിന്നും ഇറങ്ങി വന്ന ജ്യൂസ് തിരിച്ച് അതിൽ കിടന്ന് തന്നെ വറ്റുന്നത് വരെ ഈ ആപ്പിൾ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ആപ്പിളിന്റെ ജ്യൂസൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിവിടെ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഈ ഈർപ്പമൊക്കെ ഒന്ന് മാറി കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും. കണ്ടോ, ഇപ്പോൾ ഒട്ടും തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശമില്ല, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആപ്പിൾ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ റെസിപ്പിയുടെ ക്രസ്റ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദപ്പൊടി മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ 1/2 കപ്പ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 100 ഗ്രാം അളവിൽ വരും. അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ബട്ടർ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റൂം ടെമ്പറേച്ചറിലൊന്നും വെച്ച് ഉരുകി പോയ ബട്ടറൊന്നും എടുത്ത് ഉപയോഗിച്ച് കളയരുത്. നല്ല ഫ്രീസറിലൊക്കെ വെച്ച് തണുപ്പിച്ച് നല്ല കട്ടയായിട്ടിരിക്കുന്ന ബട്ടർ തന്നെ ഉപയോഗിക്കണം. പൊടിച്ചെടുക്കുമ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് മാവ് കിട്ടുന്നതായിരിക്കും. എനിക്കിവിടെ 4 ടേബിൾ സ്പൂണിൻ്റെ വെള്ളം ആവശ്യം വന്നായിരുന്നു. ചിലർക്ക് കുറയും, ചിലർക്ക് കൂടും, ചിലർക്ക് 6 ടേബിൾ സ്പൂണൊക്കെ ചേർക്കേണ്ടി വരും. അത് മാവിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ചപ്പാത്തിക്കൊക്കെ ഇട്ട് കുഴയ്ക്കും പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കണമെന്നൊന്നുമില്ല. ചെറിയ ഫ്ലേക്കി ആയിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് കുഴച്ച് വെച്ചാൽ മതിയാവും. കുഴച്ച് വെച്ച മാവ് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആപ്പിൾ പൈ തയ്യാറാക്കുമ്പോൾ നല്ല ആഴമുള്ള പാത്രം നോക്കി വേണം എടുക്കാനായിട്ട്. പക്ഷെ എൻ്റെ കയ്യിൽ അങ്ങനത്തെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേക്ക് ടിന്നിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ടിന്നിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. മാവ് കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തല്ലോ, അതിൽ 1 പീസ് എടുത്ത് നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് നമുക്ക് ചപ്പാത്തി പരത്തും പോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന മാവ് കനം കുറച്ചൊന്നും പരത്തേണ്ട കാര്യമില്ല. നമ്മൾ നോർമൽ അങ്ങ് പരത്തുക. അതിപ്പോൾ കട്ടി കൂടിപ്പോയാലും സാരമില്ല. ഇനി ആ പരത്തിയ മാവ് ഈ കേക്ക് ടിന്നിലേക്ക് ഞാൻ ഇറക്കി വെച്ചു കൊടുക്കുകയാണ്. ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തതിന് ശേഷം ആ സൈഡിലുള്ള മാവെല്ലാം, എക്സസ് ആയിട്ടുള്ളതെല്ലാം ആ കേക്ക് ടിന്നിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരുന്ന ആപ്പിളില്ലേ, അത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ രണ്ടാമത്തെ പീസില്ലേ മാവ്, അതെടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ കത്തി കൊണ്ട് ചെറിയ സ്ട്രൈപ്സ് ആയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ആ കട്ട് ചെയ്തെടുത്ത മാവ് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അതിൻ്റെ മീതെ. ഇനി ഇതിലേക്ക് എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് മുട്ട ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡിലും മുട്ട ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് മീതെ കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആപ്പിൾ പൈ ഞാനിവിടെ ഓവനിലാണ് തയ്യാറാക്കുന്നത്. ഈ ഓവൻ ആദ്യം ഞാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് ആണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത്. ഞാൻ ഈ ആപ്പിൾ പൈ തയ്യാറാക്കുന്നത് ഓവനിലാണ്. അപ്പോൾ ഞാൻ ഓവൻ ആദ്യം തന്നെ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഈ ആപ്പിൾ പൈയുടെ ഡോ ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം 25 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ നല്ല 25 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടി. ഇത് റെഡിയായി കഴിയുമ്പോൾ ഒരു അടിപൊളി മണം വരും കേട്ടോ ഓവനിൽ നിന്ന്. അതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ മൊരിഞ്ഞിരിക്കും. നമ്മുടെ സോൾട്ട് ബിസ്ക്കറ്റിന്റെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ, ആ മാവിന് ആ ഒരു ടേസ്റ്റ് ആണ് കിട്ടുക. നല്ല അകത്തുള്ള ആപ്പിളും ആ പഞ്ചസാരയും എല്ലാം കൂടെ ആടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസ് സീസണിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക.
മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകയായിട്ട് ക്രിസ്മസ് ആശംസകൾ.